നമുക്കിന്നൊരു പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു പാവയ്ക്കയാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, കന കുറച്ച് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് റൗണ്ടായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും എല്ലാം പാവയ്ക്കയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ചട്ടി ചൂടായതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയിലേക്ക് നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഓയിൽ കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പാവയ്ക്ക കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത്രയും മതിയാകും. ഇതുകൂടി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാവയ്ക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്